നെടുങ്കണ്ടത്തെ മരുന്ന് വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയ അച്ഛനും മകനും സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ വാഹനം തിരഞ്ഞ പോലീസും നാട്ടുകാരും. ഇടിയുടെ ആഘാതത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിയുടെ കാലുകൾ ഒടിഞ്ഞു. പിതാവിനും പരിക്കേറ്റു. ഇന്നലെ വൈകുന്നേരം 6:30 സംഭവം നടന്നത്. എടത്തുവാമ്പെട്ട് മംഗലത്ത് ഗിരീഷിന്റെ സ്കൂട്ടറാണ് എതിരെ വന്ന ജീപ്പ് ഇടിച്ച് തെറിപ്പിച്ചത്. മകനായ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിക്ക് പനിയായതിനാൽ ആശുപത്രിയിൽ പോയി മരുന്നു വാങ്ങിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. നിർമ്മലാപുരത്തിന് സമീപം എത്തിയപ്പോൾ അമിത വേഗതയിൽ റോങ് സൈഡിലെത്തിയ ജീപ്പ് സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഗിരീഷും ശ്രീഹരിയും അടുത്തുള്ള കൊക്കയിലേക്ക് വീണു. അലറി വിളിച്ചെങ്കിലും ജീപ്പിലുണ്ടായിരുന്നവർ വാഹനം നിർത്താതെ പാഞ്ഞുപോയി. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എനിക്ക് മരുന്ന് മേടിക്കാൻ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. പോകുന്നത് നിർമ്മലാപുരത്തിന് മേളിൽ ബസ് വരുന്നപ്പോൾ തന്നെ അമിത സ്പീഡിൽ വന്നൊരു ജീപ്പ് ഞങ്ങളുടെ സ്കൂട്ടറിൽ റോങ് സൈഡ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഉണ്ടായത്. ഹെൽമെറ്റ് ഉള്ള കാരണമാണ് ജീവൻ പോലും രക്ഷപ്പെട്ടത്. എൻ്റെ കുഞ്ഞിൻ്റെ കാല് വട്ട പൊടിഞ്ഞ് മൂക്കിൻ്റെ പാലവും പല്ലും ഇളകി. ശ്രീഹരിയുടെ വലതുകാൽ വട്ടം ഒടിഞ്ഞു, പല്ലുകളും ഇളകി, മൂക്കിന്റെ പാലത്തിനും പരിക്കുകളുണ്ട്. 3 മാസം ബെഡ് റെസ്റ്റാണ് ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് ആദ്യപാദ പരീക്ഷകൾ മുടങ്ങുന്ന വിഷമത്തിലാണ് ശ്രീഹരി. പോകാൻ പറ്റത്തില്ല, ഇത് 3 മാസം ഇരിക്കണമെന്നാ പറഞ്ഞേ. 3 മാസം ഇത് കെട്ടിവെക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ ദീപേ കുരുത്തോളൂ സ്കൂളിൽ പഠിക്കുക. കമ്പംമെട്ട് പോലീസ് മേഖലയിലെ CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇടിച്ചു തെറിപ്പിച്ച ജീപ്പിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടെങ്കിലും നമ്പർ വ്യക്തമല്ല. ഇതേ പാതയിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പ്രതികളെ ഉടൻ തന്നെ പിടികൂടുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.